ചാനൽ കുഞ്ഞാപ്പൂ. അപ്പം ഇന്ന് നമ്മൾ ചലഞ്ചുമായിട്ടാണ് വന്നത്. ചലഞ്ചിന്റെ പേര് യെസ് ഓർ നോ ചലഞ്ച്. അപ്പം നമ്മൾ യെസ് ഓർ നോ ചലഞ്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ലായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇനിയും ഒരു യെസ് ഓർ നോ ചലഞ്ച് വെക്കും. അപ്പം അതിന് നിങ്ങൾ കമൻറ്റ് ഇടുക. അതിന് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ യെസ് ഓർ നോ ചലഞ്ച് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. സാധാരണ യെസ് ഓർ ചലഞ്ച് ഉണ്ട്. സത്യം പറഞ്ഞാൽ യെസ് ഓർ നോ ചലഞ്ചിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു. അത് ഒരു 2 years ago ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ട്രെൻഡ് ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലോഗ് മാതിരി ചലഞ്ചൊക്കെയാണ് യൂട്യൂബേഴ്സിന് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ യൂട്യൂബേഴ്സിൻ്റെ പേര് പറഞ്ഞില്ല, എല്ലാവർക്കും ഇത് അറിയാം. ബട്ട് അവരുടെയൊക്കെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചെയ്തത്, നമ്മൾ തമ്മിലുള്ള ഒരു കാര്യമാണ്. അതായത് കുഞ്ഞാപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 7 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ 7 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 14. അപ്പം കുഞ്ഞാപ്പു എന്നോട് ചോദിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുകയാണെന്നുണ്ട്, ഞാൻ ഇതിൽ എസ് ഓർ നോ ഏതിലൊരെണ്ണം എടുക്കുക, എസ് ഓർ നോ പറയണം, ഞാൻ കാണിക്കും. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ കുഞ്ഞാപ്പു പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ കുഞ്ഞാപ്പൂനും യെസ് ഓർ നോ ചെയ്യാൻ പറ്റും. എനിക്കും ചെയ്യാം, കുഞ്ഞാപ്പൂനും ചെയ്യാം. ഓക്കെ, മനസ്സിലായി. ഇതൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട് ക്യാമറയിലാണ് ഇതൊരു വീഡിയോ എടുക്കുന്നത്, ബാക്ക് ക്യാമറയിലല്ല എടുക്കുന്നത്. വീട്ടിലാരും വരില്ല. വെച്ചാൽ വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ല വീട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാൻഡിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഞങ്ങൾ ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു യെസ് ഓർ നോ എന്ന് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. ഞങ്ങൾ പറയാം, ഞങ്ങൾ യെസ് ആണോ നോ ആണെന്ന് പറയുകയും കൂടെ ചെയ്യാം. ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇങ്ങനെ പറ്റിപ്പോയി. ബാക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കുഴപ്പം. അപ്പം ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങാൻ പോകുകയാണ്. ഇപ്പം ഫസ്റ്റ് കുഞ്ഞാപ്പ് ക്വസ്റ്റ്യൻ പറയും. ക്രമത്തിൽ ഓർഡർ അനുസരിച്ച് പറയപ്പെടണമെന്നില്ല. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻസ് പറയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ ഞാൻ എഴുതിച്ചതാണ്. ഓക്കെ, കുഞ്ഞാപ്പാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുഞ്ഞാപ്പൂനും പറയാൻ ഞാൻ പറഞ്ഞില്ല. അപ്പം ടൈം സ്റ്റാർട്ട്സ് നൗ. ചോദിക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ബോയ്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ അറിയാതെ അറിഞ്ഞുകൊണ്ട് ഞാൻ കയറത്തില്ല. ഞാൻ ഒരു ഞാൻ ഒരു ജോലി വേണ്ട അവരോട്ട് ആരുടെ പോകുന്നില്ല. അത് ഞാൻ ബിസിനസ്സിലേക്ക് പോകണം. ഓക്കെ, കാശ് മുടക്കാതെ ഫുഡ് കഴിക്കുന്നത് സ്വന്തം കാശ് മലയാളി സമയം. അപ്പം പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്കിങ്ങനെ കാശ് മുടക്കുന്ന അച്ഛനൊക്കെ കാശ് മുടക്കുന്ന ഒരു സങ്കടം തോന്നില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിച്ചു, ഒരു കടയിൽ കയറി എന്ത് വേണം നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളത് അച്ഛനോട് പറയുന്നത്. പക്ഷെ പൈസ നമുക്ക് എന്തോ എനിക്കെങ്ങനെ തോന്നുന്നുണ്ട്, എനിക്കൊരു സങ്കടം പോലെ അച്ഛൻ്റെ പൈസ കാശ് മുടക്കാതെ. ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ പറ്റില്ല. കാശ് മുടക്കാതെ ഫുഡ് കഴിക്കണം, അതെല്ലാവർക്കും തോന്നുന്നില്ലേ? സ്വന്തം കാശ് മുടക്കാതെ മലയാളീസിൻ്റെ ഒരു ഇതായിരുന്നു. ചിലവർക്ക് സ്വന്തം കാശിന് ഫുഡ് കഴിക്കണമെന്നായിരിക്കും സെൽഫ്, അങ്ങനെ പക്ഷെ എനിക്ക് പെട്ടെന്നുള്ളൊരു ദേഷ്യം
ഒരു സ്വഭാവമുണ്ട്. ഓക്കെ, കുറച്ച് ജലസസ് ഒക്കെ ഉള്ള. ആ പറ, നീ പറ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പലരെയും തോന്നുന്നുണ്ട്, പക്ഷെ അവരൊക്കെ ആ സെക്കൻഡിലെ പണി എനിക്ക് പാവമായിട്ട് തോന്നുന്നു. എനിക്ക് എന്താ പറയുക, ആരാ ഒരാളുടെ പേര് പറ. എൻ്റെ ഫ്രണ്ടിനെ തോന്നിയിട്ടുണ്ട്, ഫ്രണ്ടിനെ ഒരാളെ തോന്നിയിട്ടുണ്ട്, ഇവിടെ എൻ്റെ കൂട്ടുകാരുള്ള ഇവിടെ ഉള്ളവരെ ആരെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പലരെയും ഞാൻ തോന്നിയിട്ടുണ്ട്. വീട്ടിലുള്ളവരെ അല്ല കേട്ടോ, വീട്ടിലുള്ളവരല്ല, ഈ നാട്ടിലുള്ള ഇവിടെയുള്ള പലരെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഗുഡ് ഗേളാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാനല്ലേ ചോദിക്കണ്ടേ, ഈ വർഷം കള്ളം പറഞ്ഞിട്ടുണ്ടോ? ആദ്യം പറഞ്ഞ കള്ളം ഏതാ? ഞാൻ കുഞ്ഞാണ് ഇത്ര കള്ളം പറയുന്നത്. ആദ്യം പറയുന്നത് എങ്ങനെയാന്ന് എനിക്കറിയാൻ തരുന്നില്ല. അല്ലെങ്കിൽ ഈ വർഷം പറഞ്ഞ ഒരു കള്ളം പറ, ഈ വർഷം പറഞ്ഞ ഒരു കള്ളത്തരം. അത് ഇത്ര നേരം എടുക്കാം ആലോചിക്കണം. ആവണീന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുണ്ട് എനിക്ക്. അവളോട് ഞാൻ പരീക്ഷാ സമയത്ത് അവളുടെ വീട്ടിൽ പോയായിരുന്നു ഞാൻ എപ്പോഴും പഠിക്കുന്നതും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞായിരുന്നു അവധിക്കാലത്ത് ഒരു മാസം ഞാൻ അവളുടെ വീട്ടിൽ വന്ന് നിൽക്കാമെന്ന്. അത് ഞാൻ പറ്റിയില്ല. കള്ളം പറഞ്ഞു, ഞാനും കള്ളം പറഞ്ഞു. കള്ളം പറയാത്ത ആരുമല്ല. ഞാനും എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു ഈ വർഷം കള്ളം പറയല്ലെന്നുള്ളതും. പക്ഷെ ഞാൻ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ മറന്നുപോയി. കള്ളം പറയാതിരിക്കാൻ പറ്റിയ ഒരു മനുഷ്യന്. ഞാൻ ഒരു വർഷം ചെറിയ കള്ളം വേണമെങ്കിലും ഞാൻ കള്ളം പറഞ്ഞത് ടീച്ചറോടാണ് കള്ളം പറഞ്ഞത്. ഈ ടീച്ചറിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് എക്സിബിഷൻ ഉണ്ടായിരുന്നു, സ്കൂൾ എക്സിബിഷൻ അല്ല, ലാസ്റ്റ് ഡേ സ്കൂൾ ക്ലോസ്ഡ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ സയൻസ് എക്സ്പെരിമെൻറ്റ്സും എല്ലാം കൂടെ അന്ന് കാണിക്കണം. അന്ന് ഞങ്ങളുടെ സ്കൂൾ ലാസ്റ്റ് ഡേയുടെ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ദിവസത്തിന് മുമ്പ് ഞങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിന് ക്ലാസ്സിൽ ഇതിൻ്റെ ഇത് അത് നമ്മുടെ പിറ്റേ ദിവസം നമ്മുടെ ഈ ഒരു എക്സിബിഷൻ ആ സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് എക്സാം കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ക്ലാസ് നിൽക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് ടീച്ചറിനോട് എല്ലാ കാര്യവും തലേ ദിവസം നമ്മൾ എക്സ്പീരിയൻ്റ് ആക്കി കൊണ്ട് വെക്കണമായിരുന്നു. അപ്പം ഞാൻ ടീച്ചറോട് വലിയ കള്ളമാണ്. ഞാനങ്ങനെ ടീച്ചറിനോട് പറഞ്ഞു കുറേ സാധനമുണ്ട്, എക്സ്പെരിമെൻറ്റ്, സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ, എന്ത് വിനാഗിരി, അങ്ങനെ കുറേ സാധനമൊക്കെ എക്സ്പെരിമെൻറ്റ്. എനിക്ക് 2-3 എക്സ്പെരിമെൻറ്റ് ഉണ്ടായിരുന്നു. അതിനെല്ലാം സാധനമെല്ലാം ഞാൻ എഴുതിയപ്പം ബേക്കിംഗ് സോഡ ഞാൻ എഴുതി. ബേക്കിംഗ് സോഡ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു ഒരു പാക്കറ്റ്, അതും എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഈ ബേക്കിംഗ് സോഡ വീട്ടിലിരിക്കുക, പക്ഷേ എൻ്റെ മൈൻഡിൽ അത് ഞാൻ കൊണ്ടുപോയി എന്നാണ്. അവിടെ എല്ലാം തലേദിവസം കൊണ്ടുവച്ച് പിറ്റേ ദിവസം ഞാൻ ഇതൊന്നുമില്ല സ്കൂളിലെല്ലാം കൊണ്ട് വെച്ചല്ലോ വന്ന് സമാധാനത്തിൽ അവിടെ ചെന്ന് എല്ലാം സെറ്റാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് എക്സ്പെരിമെൻറ്റ്, അതായത് ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയില്ല അതിന് മുമ്പ് എല്ലാം സെറ്റാക്കി എല്ലാം വെച്ച് ടീച്ചർ എല്ലായിടത്തും വെച്ച് കുറേ പേരെ കുട്ടികളുടെ സാധനമൊക്കെ കാണാതെ പോയി. അപ്പം ഞാൻ കാണാതെ പോയി, എൻ്റെ എല്ലാം സെറ്റായി. പിന്നെ എൻ്റെ ഒന്നും കാണാൻ എൻ്റെ കൂട്ടുകാരുടെ കുറച്ച് സാധനം കാണാതെ പോയിരുന്നു. തൊട്ടാവാടിയൊക്കെ അഞ്ജലിയുടെ സാധനമൊക്കെ കാണാതെ പോയി. അതാ തപ്പി പോകാൻ അവൾക്കറിയാം ഞാൻ ഈ ഒരു കള്ളം പറഞ്ഞെന്ന്. അപ്പോഴാണെങ്കിൽ ഞാൻ എന്നാണെന്നറിയത്തില്ല, ഈ ഒരു തൊട്ടാവാടി അവിടെ മുറ്റത്ത് വല്ലതും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ എക്സ്പെരിമെൻറ്റ് തൊട്ടാവാടിയായിരുന്നു. അതെല്ലാം തപ്പി വരും. അതായത് പെട്ടെന്ന് ഞാൻ സ്റ്റേജിലോട്ട് കയറാൻ വന്നപ്പം പെട്ടെന്ന് എനിക്ക് ബേക്കിംഗ് സോഡ എടുത്തില്ലെന്ന്. അപ്പോഴൊരു ഇതന്നെ ഞാൻ മറന്നുപോയി. എനിക്ക് തന്നെ അത് ഓർമ്മ കിട്ടാഞ്ഞെന്നൊക്കെ ഞാൻ കരുതി. ആർക്കും അറിയത്തില്ല, ക്ലാസ്സിൽ ഒരു കൊച്ചുങ്ങൾക്കും അറിയില്ല ഞാൻ ഇത് കള്ളം പറഞ്ഞു. പക്ഷെ എനിക്ക് കള്ളം പറഞ്ഞു. ഞാൻ ടീച്ചറിനെ പറഞ്ഞു, ടീച്ചർ എൻ്റെ ബേക്കിംഗ് സോഡയും കാണാതെ പോയെന്ന് കള്ളം പറഞ്ഞു. പിന്നെ എനിക്ക് ടീച്ചറിൻ്റെ പൈസ തന്ന് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബേക്കിംഗ് സോഡ ആരും എടുത്തോണ്ട് പോയെന്നാണ് ടീച്ചറിൻ്റെ ഞാൻ പറഞ്ഞേക്കുന്നത്. വലിയ കള്ളമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഞാനാണ് ആരെയെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഞാൻ കോഴിയാണ് സത്യം പറഞ്ഞാൽ. അത് കോഴി മീൻസ് അത് ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉള്ളതല്ലേ. അതായത് ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ 3 പേരും, ഞങ്ങൾ അമ്മു, സെൻറ്റു, സക്കൂസാണ്. അവർ യെസ്. അപ്പം എനിക്ക് ക്രഷ് ക്രഷ് എനിക്കില്ല. ക്രഷ് ഉണ്ടോ? പ്രേമം, ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലാക്കും. ഇല്ല, ഞങ്ങൾ സിംഗിൾസ് ആണ്. ഞങ്ങൾ 3 പേരും കോഴികളാണെങ്കിലും ഞങ്ങൾ സിംഗിൾസ് ആണ്. ഞങ്ങൾ 3 പേരും
ഫ്രണ്ട്സ് അത് ക്രഷ് ഇല്ല, അതായത് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അങ്ങനെ തോന്നാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് നിന്റെ ഒരു സീക്രട്ട് പറയാം, അല്ലെങ്കിൽ നിനക്ക് സീക്രട്ട് ഉണ്ടോ? യെസ്, എങ്കിൽ പറ, ഒരു സീക്രട്ട് പറ. എന്നാ സീക്രട്ട്? സീക്രട്ട് ഇല്ല. കുറേ നേരത്തെ ആലോചന ശേഷം ഞാനും അടിച്ച് ഞങ്ങളെല്ലാ കാര്യം വീട്ടിൽ വന്ന് പറയും അല്ലേ. ഒന്നും രഹസ്യം അല്ല. എനിക്കിപ്പോൾ എനിക്ക് രഹസ്യം ഉണ്ടെങ്കിൽ തന്നെ, എനിക്ക് ഓർമ്മ കിട്ടാത്ത ഉണ്ടെങ്കിൽ തന്നെ ആരോടെങ്കിലും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, രണ്ടുപേരും ഞാൻ പറഞ്ഞില്ലേ, അവരോടെങ്കിലും ഞാൻ പറയും എനിക്കിങ്ങനെ സീക്രട്ട്സ് വെച്ചാൽ നമുക്ക് മാത്രമായിട്ട് അറിയാവുന്ന സീക്രട്ട്. ഇപ്പൊ ബോയ് ഫ്രണ്ട് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഒരു സീക്രട്ട് എനിക്ക് കുളിക്കാതിരുന്നിട്ടുണ്ടോ? പിന്നെ ഒരാഴ്ച ഞാൻ ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസം കുളിക്കാതിരുന്നുള്ളൂ. ആ 2 ദിവസം വരെ കുളിക്കാതിരുന്ന എനിക്ക് എല്ലാവർക്കും മൂടാവും. പിന്നെ നമുക്ക് പനി വരുമ്പോഴോ അപ്പം ദേഹം തുടക്കത്തേ ഉള്ളൂ, തോർത്ത് വെച്ചിട്ട് പോകും. ഇല്ല, ഞാൻ ഒരാഴ്ചയിൽ കൂടുതലും കുളിക്കാതിരുന്നിട്ടുണ്ട്. ഒരാഴ്ച കൂടുതൽ. അല്ല, പനി വരുമ്പോൾ തലയൊക്കെ പിന്നെ 10 ദിവസത്തെ കൂടുതലായി. അടുത്ത ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാനല്ലേ? ഓക്കെ, ക്ലാസ് കട്ട് ചെയ്തിരുന്നിട്ടുണ്ടോ? യെസ്. ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടോ? എന്നാ ക്ലാസ്സിൽ കയറാതെ പുറത്ത് ഉണ്ട്. ടീച്ചർക്ക് ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്സിൽ നമുക്ക് ഒരു പ്രോഗ്രാം അല്ലേ, അപ്പോൾ പ്രോഗ്രാം നമുക്ക് പ്രാക്ടീസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ്, അതായത് പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകും. ഞങ്ങളാണ് പോയിട്ട് ടീച്ചറോട് പറയാതെ പോകും. അത് കലോത്സവം ഒക്കെ വരില്ലേ, യൂത്ത് ഫെസ്റ്റിവൽ ആനുവൽ ഒക്കെ വരുമ്പോൾ പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ് ഒക്കെ വരുമ്പോൾ അതായത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ചുമ്മാ ഫോണൊക്കെ കൊണ്ടുവല്ലോ, കാണും. ഈ വർഷമല്ല, കഴിഞ്ഞ വർഷമൊക്കെയാണ് ചെയ്യുന്നത്. ഈ വർഷം ഷോർട്സ് ഒന്നും അങ്ങനെ കണ്ടില്ല, ഇതിന് 5 പറഞ്ഞു. ഈ വർഷം ഞങ്ങൾ കുറേ സമയം പിന്നെ പ്രാക്ടീസ് മാത്രമല്ല, ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു സബ്ജക്റ്റ് ബോർ, അതായത് ആ ഒരു പഠിപ്പിക്കുന്നത് പോലെ. അപ്പം ഞങ്ങളിപ്പോൾ ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് ക്ലാസ് എങ്കിൽ ഇന്റർവെൽ ഞങ്ങൾ കുറച്ച് വൈകി വരും, പ്ലീസ് എന്തെങ്കിലും പറയും. ഇതൊക്കെ ഒരു ഫണ്ട്. പഠിപ്പിയാണോ? ഞാൻ ഇതിന്റെ നടുക്ക് ഇങ്ങനെ വെക്കുന്നയാളാണ്. ഞാനിപ്പോൾ അതായത് ടോപ്പർ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരും. അതായത് ഈ ഒരു ഭാഗം പഠിപ്പി, ഈ ഒരു ഭാഗം ഉഴപ്പിയുമാണ് ഞാൻ. കാരണം ഞാൻ ഈ വർഷം ഫസ്റ്റ് ടൈമിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വിഷയത്തിന് ഒരു വിഷയത്തിന് B, ബാക്കിയുള്ളതിന് ഫുള്ളായിരുന്നു. ഫുൾ മാർക്കല്ല, A ആയിരുന്നു. ഈ ഒരു വർഷം അങ്ങനെ ക്രിസ്മസ് എക്സാം ആയപ്പോൾ എല്ലാത്തിനും ബാക്കിലായിരുന്നു. ഞാൻ ഒരു 2 വിഷയത്തിന് മാത്രമേ A കിട്ടിയിട്ടുള്ളൂ, 3 വിഷയത്തിന് മാത്രമേ A കിട്ടിയിട്ടുള്ളൂ. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമോ? ഒരുങ്ങുമ്പോൾ ഞാൻ കുറേ നിൽക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊരു പെറ്റ് ലവർ ആണോ? ബട്ട് എനിക്ക് ഇതിനൊരു ഇങ്ങനെ നിൽക്കുന്നതാണ്, യെസ്സും ആണ് നോയും ആണെന്നുള്ളൊരു ഇതാണ്. ഇങ്ങനെ കാരണം എനിക്കാണെങ്കിൽ ഇതിനൊക്കെ വളർത്താൻ ഇഷ്ടമാണ്. കാരണം ഈ ഒരു വീഡിയോസിൻ്റെ കാണത്തില്ലേ, ഇത് ചില വീഡിയോസ് പെറ്റ് ലവേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. അവരുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഇവരൊക്കെ ഭയങ്കരമായിട്ട് വരുന്ന കെട്ടിപ്പിടിയൊക്കെ ചെയ്യും. കുഞ്ഞാവു ലവറാണ്, എനിക്ക് അമ്മയെ വഴിയാണ്. ഇതുങ്ങൾ ചിലപ്പോഴാണ് അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമാണ്, ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നമ്മുടെ നമുക്കറിയാം, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, കാണത്തില്ല ഈ വീഡിയോ. കാരണം നമ്മുടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്കൊരിതില്ല. അപ്പോൾ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണം, പ്ലീസ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ പറ്റില്ല. അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ഇടുക പ്ലീസ്. ആ ഒരു കമൻറ്റ് ബോക്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിനി പാർട്ട് 2 ആയിട്ട് ഇടാൻ പോകുന്നത്. അപ്പം പ്ലീസ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ബൈ.